നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്നുള്ള നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ എന്താണ്, അതുപോലെ തന്നെ ശരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് നടക്കുന്നത്, ഇതാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പോൾ സാധാരണ പോലെ ഓറക്കിൾ മെസ്സേജ് നോക്കും, പിന്നെ ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ എനർജിയാണ്. അഡ്വൈസ് അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഗൈഡൻസ് നോക്കാം കേട്ടോ. ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 1, 2, 3 ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഇത് ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസൊനേറ്റ് ചെയ്യില്ല. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഞാൻ ഏത് തരം റീഡിങ്ങും നോക്കുന്ന ആളാണ് കേട്ടോ. അപ്പോൾ ഏത് സിറ്റുവേഷൻ ആണെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്താൽ നമുക്കത് ഡിസ്കസ് ചെയ്തിട്ട് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ സെലക്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കണം. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഇത് രണ്ടാമത്തെ റീഡിങ്, ഇത് മൂന്നാമത്തെ റീഡിങ്. ഇത് ഒന്നാമത്തെ റീഡിംഗ് ആണ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എനർജിയാണിത് കേട്ടോ. അപ്പോൾ അതിനാദ്യം നമുക്ക് ഓറക്കിൾ മെസ്സേജ് നോക്കാം. ഭഗവാനെ, അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജാണിത്. നമുക്കുള്ള റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജാണ്. ഓക്കെ, ഒരു കാർഡാണ് കിട്ടിയേക്കുന്നത്. ഇത് പറയുന്നത് സാക്രിഫൈസ് എന്നാണ്. അപ്പോൾ നിങ്ങളുടെ ഫാമിലിക്കും അല്ലെങ്കിൽ നിങ്ങളുടെയും നിങ്ങളുടെ ഫാമിലിയിലെയും ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഇപ്പം നിങ്ങൾ എന്താണോ ഏത് സിറ്റുവേഷനിലാണോ ഉള്ളത് ആ സിറ്റുവേഷനെ നിങ്ങൾ സാക്രിഫൈസ് ചെയ്യണം എന്നാണ് പറയുന്നത്. വേണ്ടാന്ന് വെക്കണം എന്നാണ്. സാക്രിഫൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ വേണ്ടാന്ന് വെക്കില്ല, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സാധനം നമ്മൾ ത്യജിക്കുക, അതാണ് സാക്രിഫൈസ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് നിങ്ങൾക്ക് വന്നേക്കുന്ന കാർഡ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ എനർജി എന്താണ്? 9 ഓഫ് സ്വേർഡ്സ് ആണ്. സ്ട്രെസ്സാണ്, ഭയങ്കര സ്ട്രെസ്സാണ്. നിങ്ങൾക്ക് ഒരു മനസ്സമാധാനവുമില്ല, ഏതു നേരവും പ്രശ്നങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പൊറുതിമുട്ടിയിരിക്കുക, നിങ്ങൾക്ക് ഉറക്കമില്ല, ഡിപ്രഷൻ ഉണ്ട്, എല്ലാം പ്രശ്നങ്ങളാണ് റിലേഷൻഷിപ്പിൽ കാണിക്കുന്ന എനർജി. പൊതുവെയുള്ള എനർജിയാണിത്. അക്വേറിയസ്, ലീബ്ര, ജെമിനി. ആദ്യം വന്ന ഓറക്കിൾ മെസ്സേജും ഈ റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ത്യജിക്കണമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് 9 ഓഫ് സ്വേർഡ്സും കാണിക്കുന്നത്. ഭയങ്കര സ്ട്രെസ്സാണ്. അപ്പോൾ അതിനെ ക്ലാരിഫൈ ചെയ്യുന്നത് നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്കറിയാം ഇവിടെ പ്രശ്നങ്ങളുണ്ട്, ഭയങ്കര നിങ്ങൾക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങൾക്ക് അറിയുമെങ്കിലും നിങ്ങൾ അവിടെ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് മടിക്കുന്നുണ്ട്. മനസ്സിലായി? ഇവിടെ സാജിറ്റേറിയസ്, ടെമ്പറൻസ് ആണ്. സാജിറ്റേറിയസ് സോഡിയാക് സൈൻ ആണ്. ടെമ്പറൻസ് എന്ന് പറഞ്ഞാൽ ഒരു ബാലൻസ് കണ്ടെത്തുക എന്നാണ്. ബാലൻസ് കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ രണ്ടറ്റവും ഒരുപോലെ, ത്രാസിൻ്റെ രണ്ട് സൈഡും ഒരുപോലെ ആണെങ്കിൽ ഒരു ബാലൻസ് ഉള്ളൂ. ഇവിടെ ഒരു ബാലൻസും ഇല്ലാതെ എക്സ്ട്രീമിലേക്ക്, സന്തോഷമാണെങ്കിൽ ഭയങ്കര സന്തോഷം, ദുഃഖമാണെങ്കിൽ അങ്ങേയറ്റം ദുഃഖം. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പിൽ നിന്ന് എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, എന്താണ് നിങ്ങൾക്ക് കിട്ടുന്നത്, അതാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. നിങ്ങൾ റിലേഷൻഷിപ്പിൽ നിന്ന് എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, എന്താണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഒരു ഡെവിൾ എനർജി കണ്ടു, 10 ഓഫ് കപ്സ് കണ്ടു. നമുക്ക് നോക്കാം നിങ്ങൾ എന്താണ് റിലേഷൻഷിപ്പിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ലവ് ആണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന. ഏസ് ഓഫ് കപ്സ്, പ്യുവർ ലവ് ആണ് നിങ്ങൾക്ക് വേണ്ടത് കേട്ടോ. ഭയങ്കരമായ സ്നേഹമാണ് നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങൾ മെറ്റീരിയൽ സാധനങ്ങൾ, പൈസ, സ്വർണം, വീട്, ഇതൊന്നുമല്ല നിങ്ങൾ എക്സ്പെക്ട്. നിങ്ങൾ സ്നേഹം, നിങ്ങളെ സ്നേഹിക്കാൻ ഒരാളെ
ലവേഴ്സ്, ഒരു സോൾമേറ്റ് കണക്ഷൻ. അതാണ് നിങ്ങളുടെ ആഗ്രഹം. 10 ഓഫ് കപ്സ്. ഓ മൈ ഗോഡ്. അപ്പോൾ നിങ്ങൾ വളരെ സിമ്പിളാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ. എന്നുവെച്ചാൽ നിങ്ങളോടും വളരെ മനപ്പൊരുത്തമുള്ളൊരു എനർജി, ഒരു സോൾമേറ്റ് കണക്ഷൻ, ഇമോഷണൽ ഹാപ്പിനെസ്, ഭർത്താവ്, ഭാര്യ, കുട്ടികൾ, കുടുംബം, ഒരു ചെറിയ വീട്. സിമ്മി, ഇതാണ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ സ്നേഹം കൊടുക്കാനും സ്നേഹം സ്വീകരിക്കാനും റെഡിയായ ഒരു എനർജിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഇതാണ്, സിമ്പിളാണ്. നിങ്ങൾക്ക് സ്നേഹം, ഇത് മൊത്തം സ്നേഹമാണ്, ഇമോഷൻ. ഇത് ലവേഴ്സ് ആണ്, ഇത് 10 ഓഫ് കപ്സ് ആണ്, ഇത് ഏസ് ഓഫ് കപ്സ്. അപ്പോൾ തുടക്കവും ഒടുക്കവും ഒരാളിൽ നിന്ന് എന്നുവെച്ചാൽ സ്നേഹം കൊടുത്തും വാങ്ങിയും ജീവിച്ച് വളരെ സന്തോഷകരമായ ഒരു വിവാഹ ജീവിതം അല്ലെങ്കിൽ ഒരു ജീവിതം. അതുപോലെ തന്നെ ആ ജീവിതം ഇയാളോടൊപ്പം തന്നെ ആയിരിക്കണം മുഴുവനും, ഫോർ എവർ. അത് നിങ്ങൾ രണ്ടുപേരുമാണ് വേണ്ടത്, ഒരുമിച്ച് ജീവിക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇവിടെ സോഡിയാക് സൈൻ ജെമിനായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ. ഇത് മാത്രമേ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ ക്ലാരിഫിക്കേഷൻ്റെ ആവശ്യമില്ല. ഏസ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ പ്യുവർ ലവ് ആണ്. ഈ കപ്പ് എന്ന് പറഞ്ഞാൽ ഈ കപ്പ് നിങ്ങൾ നിങ്ങളുടെ സ്നേഹം കൊടുക്കാൻ ആഗ്രഹിക്കുന്നു, അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്നേഹം തിരിച്ചു വേണം. നിങ്ങൾക്ക് ജീവിതം സന്തോഷകരമായ ഒരു ദാമ്പത്യ ജീവിതം വേണം. ആ പേഴ്സണെ തന്നെ നിങ്ങൾ വിവാഹം കഴിക്കണം. ജീവിതകാലം മുഴുവൻ ഈ പേഴ്സൺ നിങ്ങളുടെ കൂടെ വേണം. 10 ഓഫ് കപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒടുക്കവും തുടക്കവും ഒടുക്കവും ഒരാളിൽ നിന്ന് തന്നെ. അതാണ് നിങ്ങളുടെ ലൈഫിൽ വേറെ ആരുമില്ല. ഒരു മിനിറ്റ്, ഇവനൊന്ന് പുറത്താക്കില്ല കേട്ടോ, അല്ലെങ്കിൽ ഇവൻ റീഡ് ചെയ്യാൻ സമ്മതിക്കില്ല. നിന്നോട് ആരാണ് ഇവിടെ കയറി വരാൻ? നിന്നോട് ആരാണ് ഇവിടെ കയറി വരാൻ? പിന്നെ കാണാം കേട്ടോ. പുറത്തേക്ക് സോറി കേട്ടോ, ഞാൻ വാതിലടച്ചിട്ടില്ല, ജനലടച്ചില്ല. അപ്പം അവൻ അതിലേക്ക് കയറി വന്നു. ഇവനാണെങ്കിൽ കുറച്ച് കൊഞ്ചല് കൂടുതലുള്ള ഒരുത്തനാണ്. പിന്നെ മൃഗങ്ങളുടെ കാര്യമാകുമ്പോഴേ നമുക്കറിയില്ല അവർ എത്ര നാൾ നമ്മളുടെ കൂടെ ഉണ്ടാവുന്നു. പെട്ടെന്ന് അസുഖം പിടിച്ചിട്ട് ഇവിടെ എത്ര പൂച്ചകളെ മരിച്ചെന്ന്. ഞങ്ങളുടെ വീട്ടിലും പരിസരത്തൊക്കെ റോഡിലിങ്ങനെ ചത്ത് കിടക്കുമായിരുന്നു. അതുകൊണ്ട് എനിക്ക് പോട്ടെ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ആഗ്രഹം കേട്ടോ. നിങ്ങൾക്ക് മൊത്തത്തിൽ ഇമോഷനാണ്, ഭയങ്കര സ്നേഹമാണ് നിങ്ങൾ. അപ്പോൾ ഇങ്ങനെ എക്സ്പെക്റ്റേഷൻസ് അധികമൊന്നുമില്ല. അങ്ങനെ അത് കാറ് വേണം, പൈസ വേണം, സ്ത്രീധനം വേണം, ഇങ്ങനത്തെ ഒന്നും നിങ്ങൾക്കില്ല. മനസ്സിലായോ? സ്നേഹം മാത്രം മതി എന്ന് വിശ്വസിക്കുന്ന ഒരു എനർജിയാണ് നിങ്ങൾ. എന്താണെന്ന് റിയാലിറ്റിയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നടക്കുന്നത്? റിയാലിറ്റിയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നടക്കുന്നത് എന്താണ്? കുറച്ച് വലിച്ചെറിഞ്ഞു. റിയാലിറ്റിയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നടക്കുന്നത് എന്താണ്? എന്തുകൊണ്ടാണ് നിങ്ങളോട് യൂണിവേഴ്സ് ഈ സിറ്റുവേഷൻ സാക്രിഫൈസ് ചെയ്യണം എന്ന് പറഞ്ഞത്? എന്തുകൊണ്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഓവറോൾ എനർജി സ്ട്രെസ് വന്നത്? ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ റിയാലിറ്റിയിൽ എന്താണ്? റിയാലിറ്റിയിൽ ഒരു പ്ലെയർ എനർജിയാണിത്. അതുപോലെ എന്ന് വെച്ചാൽ ഇതൊരു സ്നേഹം നിങ്ങൾക്ക് തരാത്ത ഒരു കപ്സ് പോലും, നിങ്ങളിൽ മൊത്തം കപ്പാണ്, ഇമോഷനാണ്. ഇവിടെ ഇമോഷനേ ഇല്ല. ജഡ്ജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ സ്കോർപിയോ സോഡിയാക് സൈൻ ആണ്. പക്ഷേ ഇവിടെ ഇതെന്ന് വെച്ചാൽ ഒരു എന്താ പറയുക, ഈ ജഡ്ജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ മേത്ത് ജഡ്ജ്മെൻറ്റ് പാസ് ചെയ്യുക. നമ്മൾ ഒരാളെ ഇയാൾ ഇങ്ങനെയാണ്, ഒരു കമ്പാരിസൺ. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെപ്പോഴും മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യും. എന്നിട്ട് നിങ്ങൾക്കുള്ള ഡിഫക്റ്റ്, മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ കുറവുകളാണുള്ളത്, ഇതാണ് പറയുക. നിങ്ങളുടെ പോസിറ്റീവ് സൈഡൊന്നും പേഴ്സൺ ഒരിക്കലും നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യാറില്ല. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ എടുക്കുമെങ്കിലും ഒരിക്കലും നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല. എന്നാൽ നിങ്ങളെ ഇൻസൾട്ട് ചെയ്യുക, ഹ്യൂമിലിയേറ്റ് ചെയ്യുക, നിങ്ങളുടെ കുറവുകൾ പറയുക, ഇതൊക്കെയാണ് ഈ പേഴ്സൺ ചെയ്യുന്നത്. ഒരു പ്ലെയർ എനർജിയാണ്. അപ്പം നിങ്ങൾ ഈ പേഴ്സണോട് തമ്മിൽ ഒരു കമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ കുറച്ചും കൂടെ സാധുവായ ഒരു എനർജിയാണ്. ഈ പേഴ്സൺ ഭയങ്കര സാധനമാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം അതുപോലെ തന്നെ ഈ പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിൽ കയറി ഇറങ്ങി പോകുന്ന ഒരാൾ. ഇത് ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പാണ്, കണ്ടിന്യൂഡ് റിലേഷൻഷിപ്പ് അല്ല. എന്താ, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒരു റിലേഷൻഷിപ്പ് അല്ല ഇത്. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ ഇതിൽ നിൽക്കുന്നു? അതാണ് ഇവിടുത്തെ ചോദ്യം.
നിങ്ങൾക്കറിയാം, നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ഇതാണ് വേണ്ടത്. മനസ്സിലായോ? നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഇത്രയും മതി. അപ്പോൾ നിങ്ങൾ ഇവിടെ നിൽക്കുന്നത് എന്നെങ്കിലും ഈ പേഴ്സൺ ഇങ്ങനൊരു നിങ്ങളുടെ മനസ്സ് മാറി എന്നെ സ്നേഹിക്കും എന്ന വിശ്വാസത്തിലാണോ നിങ്ങൾ ഇവിടെ നിൽക്കുന്നത്? മനസ്സിലായോ? എന്തൊരു കോൺട്രഡിക്ഷനാന്ന് നോക്ക്. നിങ്ങൾ വളരെ സാധുവാണ്, ഈ പേഴ്സൺ ആണെങ്കിൽ ഓൺ ആൻഡ് ഓഫ് നിങ്ങളെ ഉപദ്രവിക്കുന്നുമുണ്ട്, നിങ്ങളെ ഇൻസൾട്ട് ചെയ്യുന്നുണ്ട്, നിങ്ങളെ പബ്ലിക്കായിട്ടുള്ള ആരുമായിട്ടും നിങ്ങളോട് റിലേഷൻഷിപ്പ് ആണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഈ പേഴ്സൻ്റെ വീട്ടുകാരെ നിങ്ങൾക്കറിയില്ല, ഫ്രണ്ട്സിനെ നിങ്ങൾക്കറിയില്ല, ആരെയില്ല, നിങ്ങളെ ആരുമായിട്ടും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല, ഈ പേഴ്സൺ പരിചയപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു റെഡ് ഫ്ലാഗ് നിങ്ങൾക്ക് വരണം. കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ എൻ്റെ വീട്ടുകാരും അവരെ ആക്സെപ്റ്റ് ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുള്ളപ്പോൾ ഞാൻ ഈ പേഴ്സണെ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മമ്മിയോടും ഡാഡിയോടൊക്കെ പറയും, ഇല്ലേ? അപ്പോൾ അതാരായാലും പറയും. ഏത് പുരുഷനായാലും ഏത് സ്ത്രീ ആണെങ്കിലും അവരിഷ്ടപ്പെടുന്ന ആ പേഴ്സണെ അവരുടെ വീട്ടുകാരും ആക്സെപ്റ്റ് ചെയ്യണം എന്നൊരു ഇത് ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളുടെ ഉള്ളിലുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാവരോടും പറയും, ഫ്രണ്ട്സിനോടും അറ്റ്ലീസ്റ്റ് ഫ്രണ്ട്സിനെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യും. കാരണം ചിലർക്ക് അവരുടെ ഫ്രണ്ട്സാണ് ഫാമിലിയേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഫ്രണ്ട്സും കൂടെ ആക്സെപ്റ്റ് ചെയ്യണം ഈ പുതിയതായിട്ട് വരുന്ന ആളെ. അപ്പോൾ അതുകൊണ്ട് ഫ്രണ്ട്സിന് ഇപ്പം നിങ്ങളെ ആരുമായിട്ട് പരിചയപ്പെടുത്തിയിട്ടില്ല, നിങ്ങൾ ഈ പേഴ്സണെ കുറിച്ച് അറിയയില്ല, ഈ പേഴ്സൺ എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു, ക്ലിയർ ആയിട്ട് നിങ്ങൾക്കൊരു ഐഡിയ ഇല്ല. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നു? അതുകൊണ്ടാണ് യൂണിവേഴ്സ് പറഞ്ഞത് നിങ്ങളോട് സാക്രിഫൈസ് ചെയ്യണം എന്ന് പറഞ്ഞത്. കാരണം നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് ആകുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമില്ല, ഏത് നേരവും സങ്കടമാണ് നിങ്ങൾക്ക്. അങ്ങനെ സങ്കടമുള്ളപ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ളവർ ഇത് കണ്ട് സങ്കടപ്പെടുന്നുണ്ട് നിങ്ങളുടെ ദുഃഖം കണ്ടിട്ട്. കാരണം അവർക്കറിയാം നിങ്ങൾ എങ്ങനത്തെ പേഴ്സണാലിറ്റി ആണെന്ന്. നിങ്ങൾ ആരുടെയും ദുഃഖം ആഗ്രഹിക്കുന്നുമില്ല, ആരെ ദ്രോഹിക്കാനും ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് ഈ പേഴ്സണെ ഭയങ്കര ഇഷ്ടമാണ്. ഒരു കാര്യത്തിലേ അവർക്ക് നിങ്ങളോട് ദേഷ്യം ഉണ്ടാകാൻ പാടില്ല, നിങ്ങൾക്ക് ശാഠ്യം കൂടുതലാണ്. മനസ്സിലാവും? അവരെല്ലാം നിങ്ങളോട് പറയുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പൊക്കോളൂ, ഇറങ്ങിക്കോളൂ, ശരിയാവില്ല എന്ന്. പക്ഷെ നിങ്ങൾ എത്ര പറഞ്ഞാലും നിങ്ങൾ ഇതിൽ നിന്ന് ഇറങ്ങുന്നില്ല. എന്താണ് ഈ പേഴ്സണിൽ നിങ്ങൾ കാണുന്ന അട്രാക്ഷൻ? ഈ പേഴ്സൺ ഭയങ്കര നന്നായിട്ട് ഡ്രസ്സ് ചെയ്യുന്ന ഒരു പെൺകുട്ടിയോ ആൺകുട്ടിയോ ആണിത്. എല്ലാവരോടും നല്ല വാചാലമായിട്ട് സംസാരിക്കുന്ന, സംസാരം കൊണ്ട് മറ്റുള്ളവരെ പിടിച്ച് വയ്ക്കാൻ കഴിയുന്ന ഒരു എനർജി ആയിരിക്കാം ഈ പേഴ്സൺ. അതുപോലെ തന്നെ ഈ പേഴ്സണ് നിങ്ങൾക്ക് കുറേ കോമ്പറ്റീഷൻ ഉണ്ട്, ഈ പേഴ്സണിൻ്റെ പുറകെ കുറേ ആളുകളുണ്ട്. അതും നിങ്ങൾക്കൊരു ചാലഞ്ചാണ്, അതും നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടമായിരിക്കാം. പിന്നെ ഈ പേഴ്സൺ നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് ഈ പേഴ്സൺ എപ്പോൾ വരും എപ്പോൾ പോകും ഒന്നും അറിയില്ല. അപ്പോൾ ഇതൊരു അഡ്വെഞ്ചർ പോലെയാണ്. ഈ പേഴ്സൺ നിങ്ങളൊരു കയറിലിങ്ങനെ ഞാന്ന് കിടക്കുകയാണ്, എപ്പോഴാണ് ഈ പേഴ്സൺ വന്ന് കയറുക എന്നറിയില്ല, എപ്പോഴാണ് പോകുക എന്നറിയില്ല നിങ്ങൾക്ക്. അപ്പം നിങ്ങൾ ഇതൊരു വലിയൊരു കാര്യമായിട്ട്. പിന്നെ നിങ്ങൾക്കൊരു വേറൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കുന്നത് ഈ പേഴ്സൺ ഇന്ന് നിങ്ങളെ മനസ്സിലാക്കിയില്ലെങ്കിൽ നാളെ മനസ്സിലാക്കി തിരിച്ചു വരും. ഈ പേഴ്സൺ ആരുടെ കൂടെ പോയാലും അവരൊന്നും ഈ പേഴ്സൺ ആക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. നാളെ ഒരിക്കൽ ആരും വേണ്ടാതാകുമ്പോൾ ഈ പേഴ്സൺ തിരിച്ചു വരും എന്നൊരു വിശ്വാസത്തിലായിരിക്കാം നിങ്ങൾ ഇരിക്കുന്നത്. പക്ഷെ അത് നിങ്ങളോട് ചെയ്യുന്നത് ശരിയാണോ? നിങ്ങളുടെ കൂടെയുള്ളവരോടും നിങ്ങളുടെ മാതാപിതാക്കളോടൊക്കെ നിങ്ങൾ ചെയ്യുന്ന ഒരു നല്ല കാര്യമാണോ അത്? അതാണ് നിങ്ങൾ ആലോചിക്കുന്നത്. നിങ്ങളോട് തന്നെ ചെയ്യുന്ന ഒരു നല്ല കാര്യമാണോ അവിടെ? മനസ്സിലായോ? അവിടെയാണ് പ്രശ്നം. അപ്പോൾ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് ഇവിടെ? നിങ്ങൾക്കുള്ള ഗൈഡൻസ് ആണ് നമ്മൾ നോക്കുന്നത്. നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്? നിങ്ങൾ സ്വന്തം വില അറിയണം എന്നാണ് പറയുന്നത്. നിങ്ങളൊരു സ്റ്റാറാണ്, മനസ്സിലായി? നിങ്ങളുടെ സിറ്റുവേഷനിൽ മേ ബി നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, നല്ല കഴിവുള്ള, ഏത് ജോലി നിങ്ങൾ ചെയ്താലും അതിൽ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന, എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു എനർജി ആയിരിക്കാം. അപ്പം നിങ്ങൾ ചിലപ്പോൾ ഈ പേഴ്സണിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ചുറ്റുമുള്ള നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങളുടെ കണ്ണ് പിടിക്കുന്നുണ്ടാവില്ല, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ചുറ്റും ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾ ആഗ്രഹിക്കുന്ന എത്രയോ പേര് നിങ്ങളുടെ ചുറ്റുമുണ്ടെന്ന്. പക്ഷേ ഈ ഒരു പേഴ്സണിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ഇരിക്കുന്നതുകൊണ്ട് ചുറ്റുമുള്ള ഒന്നും കാണുന്നില്ല, നിങ്ങളെ കണ്ടുപിടിക്കുന്നില്ല. ഈ പേഴ്സണിൻ്റെ നെഗറ്റീവ് സൈഡൊക്കെ നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം, നിങ്ങളത് ആക്സെപ്റ്റ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? കാണാൻ ഭംഗിയുള്ളൊരു സാധനം നമ്മളുടെ ഷോക്കേസിലെടുത്ത് വെക്കാൻ വേണ്ടിയിട്ടാണോ നമ്മൾ സ്നേഹിക്കുന്നതും വിവാഹം കഴിക്കുന്നതും? ആണെന്ന് തോന്നാറില്ല. നമുക്ക് കുറേ പ്രാക്ടിക്കൽ, നമ്മൾ കൊടുക്കുമ്പോൾ തിരിച്ച് കിട്ടണം, അവിടെയാണ് ഈ ക്വാളിറ്റി ഉള്ളത്. ഇവിടെ ബാലൻസ് ഇല്ലാത്തതാണ്. നിങ്ങൾ കൂടുതൽ കൊടുക്കുന്നത് അവരൊന്നും തരുന്നില്ല നിങ്ങൾക്ക്. ദുഃഖമല്ലാതെ സങ്കടമല്ലാതെ ഒന്നും തരുന്നില്ല, നാണക്കേടല്ലാതെ ഒന്നും തരുന്നില്ല. ഈ പേഴ്സൺ പല റിലേഷൻഷിപ്പുള്ള ആളാണ്. അപ്പോൾ പലരുമായിട്ട് ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോടും ഫ്ലോട്ട് ചെയ്യുന്ന ഒരാളായിരിക്കാം.
അപ്പോൾ അവരൊക്കെ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്? നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ നിങ്ങളോട് പറയുന്നുണ്ട് സ്വഭാവം ശരിയല്ല, ഈ പെൺകുട്ടിയാണെങ്കിലും ആണാണെങ്കിലും സ്വഭാവം ശരിയല്ല, നീ ഇത് ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങളത് അവർക്ക് നിങ്ങളോട് അസൂയ ഉള്ളത് കൊണ്ടാണെന്ന് ചിന്തിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾ തിരിച്ചറിയുക, തെറ്റും ശരിയും തിരിച്ചറിയുക എന്നാണ് യൂണിവേഴ്സ്. നിങ്ങൾ കുറച്ചും കൂടെ ക്ലാരിറ്റി, നിങ്ങൾ കണ്ണ് ശരിക്ക് തുറന്ന് വെക്കണം. നിങ്ങൾ എന്താണെന്ന് നിങ്ങൾ അറിയണം, നിങ്ങളുടെ ശക്തി എന്താണെന്ന് അറിയണം. അപ്പോൾ നിങ്ങൾക്ക് പ്രതിരോധിക്കാനുള്ള ആ കപ്പാസിറ്റി ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ വേണ്ടാന്ന് വെച്ചാൽ ഇനിയും നല്ല ആളുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും എന്നൊരു കോൺഫിഡൻസ് നിങ്ങൾക്കില്ല. അതാണ് നിങ്ങൾക്ക് പേടി. ഇത് പോയാൽ ഇനി വേറെ ആരെങ്കിലും വന്നില്ലെങ്കിലോ, അതൊരു പേടിയുണ്ട്. പിന്നെ അതുമല്ല, ഈ പ്രശ്നങ്ങളുള്ള കാണാൻ നല്ല ആണുങ്ങളെയും പെണ്ണുങ്ങളെയും സ്നേഹിക്കുന്നവർ അല്ലെങ്കിൽ വിവാഹം കഴിക്കുന്നവരെ മരണം വരെ അവരെ വിടില്ല. അവരെന്തൊക്കെ അലവലാത്തരം ചെയ്താലും വിടില്ല. കാരണം എന്താ? സൗന്ദര്യമുള്ളതാണ്. വേറെ ആരെങ്കിലും അവരെ എടുക്കുമെന്ന് അറിയാം. അപ്പോൾ എൻ്റെ കൂടെ നിന്നിരുന്ന ഇത്രയും നല്ലൊരു ഭംഗിയുള്ള ഒരു സാധനം വേറെ ആരുടെങ്കിലും വീട്ടിലിരിക്കുന്ന കാണുമ്പോൾ ഭയങ്കര സങ്കടം. അതുകൊണ്ടാണ് മെജോറിറ്റി ആൾക്കാരും ഭംഗിയുള്ള ഒരു റിലേഷൻഷിപ്പ് ആളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അത് വിട്ടുകളയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം വേറെ ആർക്കെങ്കിലും അത് കിട്ടും. അതും ഒരു കാര്യമാണ് നിങ്ങൾക്കപ്പോൾ. നിങ്ങളപ്പോൾ കണ്ണ് തുറന്ന് ശരിക്കും നിങ്ങളൊന്ന് ഇരുന്ന് ചിന്തിക്കുക, നിങ്ങൾക്ക് ഇതാണോ വേണ്ടത്? ജീവിതകാലം മുഴുവൻ ഇവിടെ വിവാഹം പോസിബിൾ അല്ല. കാരണം ഈ പേഴ്സൺ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ടല്ല നിങ്ങളുടെ ജീവിതത്തിൽ വന്നേക്കുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ആലോചിക്കുക. എന്തെങ്കിലും ഒരിക്കൽ നിങ്ങൾ വിവാഹം കഴിക്കാമായിരിക്കാം എന്നുള്ള ഒരു പോസിബിലിറ്റി നിങ്ങളുടെ മനസ്സിലിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത്. നിങ്ങളൊരു ഡിസിഷൻ എടുത്താൽ തീരാവുന്ന കാര്യമേ ഉള്ളൂ. നിങ്ങൾക്കിത് വേണ്ട, എനിക്കിത് വേണ്ട എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ നിങ്ങളുടെ സന്തോഷം മുഴുവൻ നിങ്ങൾക്ക് തിരിച്ചു വരും. മനസ്സമാധാനം തിരിച്ചു കിട്ടും. കാരണം ഓരോ നിമിഷവും ഈ പേഴ്സൺ വരാതിരിക്കുമ്പോൾ നിങ്ങളുടെ വിചാരിത ആരുടെ കൂടെയാണ്, എവിടെയാണ്, ഏത് സ്ത്രീയാണ് ഇവരുടെ കൂടെ ഉള്ളത്, അല്ലെങ്കിൽ ഏത് പുരുഷനാണ് ഇവരുടെ കൂടെ ഉള്ളത് എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. നിങ്ങൾ തന്നെ ജീവിക്കാൻ മറന്നുപോയേക്കുകയാണ്. അപ്പോൾ അതാണ് ഇവിടുത്തെ റീഡിങ് കേട്ടോ. ഇവിടെ സോഡിയാക് സൈൻ ലിയോ, അക്വേറിയസ്, ലിയോ സ്ട്രോങ് ആണ് ഇവിടെ. പിന്നെ സ്കോർപ്പിയോ ഉണ്ട്, ജെമിനായി ഉണ്ട്, സാജിറ്റേറിയസ് ഉണ്ട്. ഇത്രയുമാണ് ഇവിടെ സോഡിയാക് സൈൻസ് വന്നേക്കുന്നത് കേട്ടോ. ഭയങ്കര സ്ട്രെസ്സാണ് നിങ്ങൾക്ക്. യൂണിവേഴ്സ് പോലും പറയുന്നുണ്ട് നിങ്ങൾ സാക്രിഫൈസ് ചെയ്യണം എന്ന്. ലോക നന്മയ്ക്കെന്നാണ് പറയുന്നത്. പക്ഷേ ഓക്കെ, രണ്ടാമത്തെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. രണ്ടാമത്തെ റീഡിങ്ങിൻ്റെ ഓറക്കിൾ മെസ്സേജ്. അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എനർജിയാണത് കേട്ടോ. രണ്ടാമത്തെ റീഡിങ്ങിൻ്റെ ഓറക്കിൾ മെസ്സേജ് എന്താണ്? ഇവിടെ റീഡിങ് കാണുമ്പോൾ ചിലർ എന്നോടൊന്ന് പറയും, മാഡം പറഞ്ഞതെല്ലാം ശരിയാണ് എന്ന് പറയും. എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ അറിയുന്ന പോലെ നമ്മളൊരു റിലേഷൻഷിപ്പിൽ കയറുമ്പോൾ നമ്മളുടെ നല്ലതാണോ ചീത്തയാണോ നമുക്ക് പെട്ടെന്ന് പിടികിട്ടും. പക്ഷേ കണ്ണടച്ച് ഇരുട്ടാക്കി ഇരിക്കുമ്പോഴാണ് ടാരോ റീഡിങ് കാണുമ്പോൾ ഇത് തന്നെയാണല്ലോ എൻ്റെ ജീവിതത്തിൽ നടക്കുന്നതെന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് അറിയുന്നതാണ്. നിങ്ങൾ എന്തുകൊണ്ട് അത് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല, എന്തുകൊണ്ട് അത് കാണുന്നില്ല? മനസ്സിലാവുണ്ടോ? ഇവിടെ പലരും പറയുന്നത് 100% കറക്റ്റാണ്. നിങ്ങൾക്ക് അറിയാം ഓൾറെഡി ഇതൊക്കെ നടക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ. ഇത് ടാരോ റീഡിങ്, ടാരോസ് കാണിക്കുമ്പോഴാണ് നിങ്ങൾ ശരിയാണല്ലോ എന്ന് ആക്സെപ്റ്റ് ചെയ്യുന്നത്. അതെന്താ അങ്ങനെ? രണ്ടാമത്തെ റീഡിങ്ങിൻ്റെ കാർഡ്സ് വന്നിരിക്കുന്നത് നന്ദി, പേഷ്യൻസ് ആണ്. പിന്നെയുള്ളത് ഭസ്മാസുർ, മിസ്യൂസ് ഓഫ് പവർ. ഓക്കെ, ഒരെണ്ണം പേഷ്യൻസ് ആണ്, ക്ഷമ. വളരെ ചില റിലേഷൻഷിപ്പിൽ നമുക്ക് ക്ഷമ അത്യാവശ്യമാണ്. രണ്ടാമത് നമുക്ക് വേണം താനും, എന്നാൽ ക്ഷമയോടെ വെയിറ്റ് ചെയ്യാനുള്ള സമയമില്ല, അങ്ങനത്തെ ഒരു ഇത്. രണ്ടാമത്തത് നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ നമ്മളെ മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പോലത്തെ ഒരു സിറ്റുവേഷൻ. അപ്പോൾ സെൽഫിഷ്നെസ്സും ആരോഗൻസ്, അഹങ്കാരവും മാറ്റി വെച്ചിട്ട് മറ്റുള്ളവരുടെ നല്ലതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കണം. നിങ്ങളുടെ കിട്ടിയിരിക്കുന്ന പവർ യൂസ് ചെയ്യണം എന്നാണ് പറയുന്നത്. എനിക്ക് ചില മൂവീസ് ചില സിനിമകൾ കാണുമ്പോഴേ അതിനകത്ത് ചില ഡയലോഗ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഈ നമ്മളുടെ എന്താ പറയുക, സ്പൈഡർമാനിലെ ആ ഡയലോഗ് എന്താണ്, വിത്ത് ഗ്രേറ്റ് പവർ കംസ് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി. നമ്മളുടെ ശക്തി, നമ്മളുടെ പവർ കൂടുന്തോറും, നമ്മൾക്ക് കഴിവുകൾ കൂടുന്തോറും നമ്മളത് റെസ്പോൺസിബിളായിട്ട് യൂസ് ചെയ്യണം എന്നൊരിതാണ് അവിടെ വരുന്നത്. പിന്നെ ഞാൻ ഈ ഇടയ്ക്കൊരു വെനം ദ ലാസ്റ്റ് ഡാൻസ്, അത് ഇംഗ്ലീഷ് മൂവി, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ക്യാരക്ടറിൻ്റെ, വെനമിൻ്റെ ക്യാരക്ടർ. ഈവിളാണത്, പക്ഷേ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്, ഒരാളോട് ഭയങ്കര ക്ലോസ് ആണ്.
അപ്പോൾ ഇതിനകത്ത് ലാസ്റ്റ് ഡാൻസിൽ ഈ വെനം ചത്തു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വെനം ഒരു ഡയലോഗ് പറയും, ഒരു കാര്യം പറയും, ബഡി ഡോണ്ട് ഫർഗെറ്റ് മീ എന്ന് പറയും. അതെനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. വെച്ചാൽ വെനം എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ വെനത്തിൻ്റെ ലൈഫിൽ ഇയാൾ മാത്രമേ ഉള്ളൂ. അത് ആ മൂവി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇയാൾ മാത്രമേ ഉള്ളൂ. ഇയാളുടെ ലൈഫിൽ കുറേ ഉണ്ട്. അപ്പോൾ ഈ വെനം ഇയാളുടെ ശരീരത്തിലാണ് ജീവിച്ചിരുന്നത്. അപ്പോൾ ഇയാളില്ലാണ്ട് വെനത്തിന് എക്സിസ്റ്റൻസ് ഇല്ല. വെനം ശരിക്കും പറഞ്ഞാൽ സൂയിസൈഡ്, സാക്രിഫൈസ് ചെയ്യുന്ന ജീവിതം. അപ്പോഴാണ് ഡയലോഗ് പറയുന്നത്. അതിൻ്റെ ഡെപ്ത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആ സിനിമ കാണണം. ഭയങ്കര ഒരു ഫീലാണത്. അപ്പോൾ അതാണ് നിങ്ങളുടെ രണ്ടാമത്തവരുടെ ഓറക്കിൾ മെസ്സേജ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് നിങ്ങളുടെ ഓവറോൾ എനർജി. 5 of Swords ആണ്. 5 of Swords എന്ന് പറഞ്ഞാൽ കുതികാൽ വെട്ട്, മനസ്സിലായത്, കോമ്പറ്റീഷൻ രണ്ടുപേരും തമ്മിൽ. ഒരാൾ മറ്റേയാളെ തട്ടിയിട്ടിട്ട് എന്ന് ചില റിലേഷൻഷിപ്പിൽ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഗോള് രണ്ടുപേരുടെയും ഉദ്ദേശം ഒന്നായിരിക്കണം. ഒരു നല്ലൊരു ജീവിതം, ഒരുമയുള്ള, സന്തോഷമുള്ള, സ്നേഹമുള്ള, നല്ലൊരു ഒരുമിച്ചുള്ള ഒരു ജീവിതം. അതാണ് ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുള്ള നമ്മളുടെ ഉദ്ദേശം. പക്ഷേ ഇവിടെ നിങ്ങളുടെ രണ്ടുപേരുടെ ഉദ്ദേശം വേറെ വേറെ ആയ പോലെ എന്ന് വെച്ചാൽ രണ്ടുപേരും ഒരേ ലെവലിലിരിക്കുന്ന ആൾ, ഒരേ സാലറി വാങ്ങിക്കുന്ന ആളുകൾ, രണ്ടുപേരും പവർഫുള്ളായ ആളുകൾ. പക്ഷേ ഒരാൾ മറ്റേ ആളെ എൻ്റെ അത്രയും കഴിവില്ല എന്ന് പ്രൂവ് ചെയ്യാൻ കോമ്പറ്റീഷനിൽ പോകുന്ന പോലത്തെ ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണിക്കുന്നത്. 5 of Swords Aquarius, Libra, Gemini ആണ്. മറ്റേ ആളെ ഇടിച്ചു താഴ്ത്തി കാണിക്കുന്നതിന് ഇപ്പം ഹസ്ബൻഡിനെ കുറിച്ച് ആരെങ്കിലും കുറ്റം പറയുമ്പോൾ എൻജോയ് ചെയ്യുന്ന വൈഫ്, അല്ലെങ്കിൽ വൈഫിനെ കുറിച്ച് ആരെങ്കിലും കുറ്റം പറയുമ്പോൾ എൻജോയ് ചെയ്യുന്ന ഹസ്ബൻഡ്, അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ഇവിടെ കാണിക്കുന്നത്. ഗേൾഫ്രണ്ടും ബോയ് ഫ്രണ്ടും ആവാം. എന്തായാലും റിലേഷൻഷിപ്പ് ഒരു ടോക്സിക് സിറ്റുവേഷനാണ്, നാർസിസിസ്റ്റിക് റിലേഷൻഷിപ്പാണ്. രണ്ടുപേരും നാർസിസിസ്റ്റിക് എന്നാണ് പറയുന്നത്. മറ്റേയാളെ തോപ്പിക്കണം എന്നൊരു ഉദ്ദേശം, സ്പൈ ചെയ്യുന്ന പോലെ മറ്റേയാൾ എന്താണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു കോമ്പറ്റീഷൻ, നിങ്ങൾ എപ്പോഴും ഫൈറ്റാണ് നിങ്ങൾ തമ്മിൽ. ഒരാളുടെ നെഗറ്റീവ് സൈഡ്, വീക്ക്നെസ്സസ് കണ്ടുപിടിച്ചു അതിനെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് പറഞ്ഞ് നാണം കെടുത്തുക, അല്ലെങ്കിൽ ആ പേഴ്സണോട് തന്നെ നേരിട്ട് പറഞ്ഞ് ഇൻസൾട്ട് ചെയ്യുക, അവരുടെ ആ കോൺഫിഡൻസ് കുറയ്ക്കുക. ഇത് നമ്മൾ വളരെ സട്ടിൽ ആ വേർഡൊന്ന് നോക്കണം, SUBTLE. അപ്പോൾ അതിൻ്റെ എക്സാക്ട് വേർഡ് എനിക്കറിയണ്ട. വളരെ സട്ടിലായിട്ട് മിക്കവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. ഫ്രണ്ട്സ് ആണെങ്കിൽ തന്നെ, ഫാമിലി ആണെങ്കിൽ തന്നെ, വളരെ മറ്റുള്ളവർക്കും ശരിക്കും അങ്ങോട്ട് ശ്രദ്ധിച്ചിരിക്കുന്നവർക്ക് മാത്രമേ അതിനകത്തുള്ള ആ ഒരു കളിയാക്കൽ മനസ്സിലാവുള്ളൂ. വളരെ സട്ടിലായിട്ട് കളിയാക്കുന്ന, മനസ്സിലായി, ഞാൻ നിൻ്റെ കൂടെയാണ് എന്ന് പറയുമ്പോഴും കൂടെ നിൽക്കാതെ പാര വയ്ക്കുന്ന ഒരു എനർജി ഇവിടെ ഉണ്ട് കേട്ടോ. അതാണ് ഇവിടുത്തെ കാര്യം. ഇവിടെ എല്ലാം Aquarius, Libra, Gemini, Aries, Leo, Sagittarius ആണ്. എനിക്കെപ്പോഴും തോന്നാറുണ്ട്, വളരെയധികം കോംപ്ലക്സുകളുള്ള, ഇൻസെക്യൂരിറ്റീസ് ഉള്ളവർക്ക് മാത്രമേ മറ്റുള്ളവരെ കളിയാക്കാൻ പറ്റുള്ളൂ എന്ന്. മനസ്സിലായി, ഒരാളെ നമ്മൾ കളിയാക്കുമ്പോൾ അയാൾക്ക് വേദന എടുക്കും എന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ കളിയാക്കുമ്പോൾ നമ്മളുടെ ഉള്ളിൽ കുറേ വേദനകളുണ്ട്, നമ്മളുടെ ഉള്ളിൽ കുറേ ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്, വീക്ക്നെസ്സസ് ഉണ്ട്. അപ്പോൾ അത് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ അഭിനയിക്കുന്നത്. അപ്പം കളിയാക്കുന്നവരെ കാണുമ്പോൾ എനിക്ക് ചിരി വരും. എന്തോരം ഇവരുടെ ഉള്ളിൽ വേദനയുണ്ട്, അതുകൊണ്ടാണ് ഇവർക്ക് ആ മറ്റുള്ളവരെ കളിയാക്കാനുള്ള ഒരു മനസ്സ് വരുന്നത്. ഓക്കെ, അപ്പം അങ്ങനത്തെ ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. ഒട്ടും കൊള്ളൂലാത്ത എനർജിയാണത്. നിങ്ങൾ റിലേഷൻഷിപ്പിൽ നിന്ന് എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഡബിൾ എനർജി, മാജിഷ്യൻ. നിങ്ങളൊരു ഒബ്സസീവ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. നിങ്ങൾ റിലേഷൻഷിപ്പ് കൺട്രോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇത് നിങ്ങളുടെ എനർജി ആവാം, നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആവാം, അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരുന്നുണ്ടാവും, എനിക്കറിയില്ല. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും. ഈ ഡെവൽ എന്ന് പറഞ്ഞാൽ ഡെവൽ എങ്ങനെയാണ്? ഡെവൽ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ചിന്തകളാണ്. നമുക്ക് നെഗറ്റീവ് കാര്യങ്ങൾ എന്ന് വെച്ചാൽ അത് പോസിറ്റീവാണെന്ന് തോന്നിപ്പിക്കുന്നതാണ് ഡെവൽ, ചെകുത്താൻ അല്ലേ. അപ്പോൾ ഹവയെ കൊണ്ട് ആപ്പിൾ എടുപ്പിച്ചത് ഡെവലിൻ്റെ കണ്ണിങ്നെസ് ആണത്. പാമ്പായിട്ട് വന്നിട്ട് ആ പറിക്കരുത് എന്ന് പറഞ്ഞ ആ പഴം തന്നെ പറിപ്പിക്കുന്നു. അപ്പോൾ നമ്മളെ തിന്മയിലേക്ക് തള്ളി നീക്കുന്ന ഒരു എനർജിയാണ്. പക്ഷേ നമുക്കത് ചെയ്യുമ്പോൾ അത് തിന്മയാണെന്ന് നമുക്ക് തോന്നുന്നില്ല. നമ്മൾ ചെയ്ത കാര്യത്തിൻ്റെ കോൺസിക്വൻസസ് ആണ്
ഈ തിന്മയിലേക്ക് നമ്മൾ പിന്നെ നെഗറ്റീവായിട്ട് നമ്മുടെ ലൈഫിലേക്ക് വരുന്നത്. ചെയ്യുമ്പോഴല്ല, ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കോൺസിക്വൻസസ് ആണ്. അപ്പോൾ ഹവ്വയും ആദവും ഏദൻ തോട്ടത്തിൽ നിന്ന് തള്ളി പുറത്തേക്ക് മീൻസ് വിട്ടത് ഇതുകൊണ്ടാണ്. ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം ചെയ്തു. മനസ്സിലാവണം. അപ്പം ചെയ്യിച്ചതാരാണ്? ചെകുത്താനാണെന്നാണ് പറയുന്നത്. അപ്പം ഈ ചെകുത്താൻ നമ്മളുടെ അത് തന്നെയാണ്. അപ്പം ചെകുത്താൻ്റെ ഒരു ക്യാരക്ടറുള്ള ഒരാൾ മറ്റുള്ളവരെ കൊണ്ട് സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് ആ പേഴ്സൺ ഇഷ്ടമുള്ള കാര്യങ്ങൾ അവർക്കും കൂടെ നല്ലതാണെന്ന് അവരെ കൊണ്ട് തോന്നിപ്പിച്ചിട്ട് ചെയ്യിപ്പിക്കും. അതാണ് ഡെവിൾ എനർജി. മനസ്സിലായോ? അപ്പോൾ അത് ഭയങ്കര ടോക്സിക് ആയൊരു എനർജിയാണ്. വളരെ നാർസിസിസ്റ്റിക് ആയൊരു പേഴ്സണാണ്. അപ്പോൾ ഇത് കാണാൻ നല്ല ആളായിരിക്കും. ആണായാലും പെണ്ണായാലും കാണാൻ ഇപ്പം വിഷമുള്ള സാധനങ്ങൾക്ക് ഭംഗി കൂടുതലായിരിക്കും. കാരണം അങ്ങനെയുള്ള ഭംഗി ഉണ്ടെങ്കിലല്ലേ നമ്മൾ അതിനകത്തേക്ക് പോവുള്ളൂ. അപ്പോഴല്ലേ അതിന് വിഷം ഇഞ്ചക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഭയങ്കര മെസ്മറൈസിങ് ആയിരിക്കും. നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്ന, നന്നായിട്ട് നല്ല ഭംഗിയുള്ള ആളുകളായിരിക്കും. അപ്പോൾ ഇവർക്ക് വിഷം കൂടുതലുള്ള ഒരു എനർജിയാണ് ഈ പേഴ്സൺ ഈ ഒരു സൗന്ദര്യം കണ്ടിട്ടാണ് ചെകുത്താൻ ഭയങ്കര സൗന്ദര്യമുള്ളൊരു എനർജിയാണെന്നാണ് ബൈബിളിൽ പറയുന്നത്. ലൂസിഫർ അത് എന്ന് വെച്ചാൽ മോർണിംഗ് സ്റ്റാർ എന്നാണ്. ഉദയസൂര്യനെ പോലത്തെ അത്ര പവറാണ്, നല്ല പ്രകാശമുള്ളൊരു ഏഞ്ചലായിരുന്നു നമ്മളുടെ ലൂസിഫർ. അപ്പോൾ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു. പിന്നെ ദൈവത്തിനെ എതിർത്ത് ദൈവത്തിന് കണ്ടുകൂടാത്തൊരു എനർജിയായി മാറുകയാണ് ഈ ചെകുത്താൻ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചെകുത്താൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയൊരു എനർജിയാണെന്ന് പറയാം. കാണാൻ നല്ലൊരാളാണെന്നാണ് പറയുന്നത്. അപ്പോൾ ആ സൗന്ദര്യം കൊണ്ടിട്ടാണ് ചെകുത്താൻ മറ്റുള്ളവരെ വലയിൽ വീഴ്ത്തുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജി ഇവിടെ ഉണ്ട്. സ്വാർത്ഥതയ്ക്ക് വേണ്ട മാറ്റ് സ്വന്തം കാര്യങ്ങൾ നേടിയെടുക്കാനും മറ്റുള്ളവരെ വീഴ്ച കണ്ട് സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരു എനർജിയാണ് ചെകുത്താൻ. ഇവിടെ മജിഷ്യൻ ഏകദേശം ഒരുപോലെ മാനിപ്പുലേഷൻ ആണ് മജിഷ്യൻ്റെ ഏറ്റവും വലിയ കൺകെട്ട് വിദ്യക്കാരാണ് മാജിക്കുകാരൻ. ഇല്ലാത്ത കാര്യങ്ങളെ നമ്മളെ കൊണ്ട് ഉണ്ടെന്ന് തോന്നിപ്പിക്കുകയാണ്. അത് പക്ഷേ നൈമിഷികമാണ്. ആ ഒരു മാജിക്കിൻ്റെ സമയം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചറിവായേ അവിടെ ഒന്നുമില്ല എന്ന് മനസ്സിലാവും കേട്ടോ. മനസ്സിലാവണ്ടോ? അതുപോലെ തന്നെ സ്റ്റക്കാണ്. അപ്പം നിങ്ങളുടെ എനർജി ആണെങ്കിൽ നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ ഇതാണ്. നിങ്ങൾ ഇങ്ങനത്തെ ഒരു എനർജി നിങ്ങളുടെ ലൈഫിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന നിങ്ങൾക്ക് മറ്റുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും കഴിയണം. അതുപോലെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നവർ നിങ്ങളെ വിട്ടു പോകരുത് കാരണം സ്റ്റക്കായിരിക്കണം എന്നും കൂടെ നിങ്ങൾ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഭയങ്കര കണ്ണിങ് ആയിട്ടുള്ള എനർജിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇവിടെ ഈ കാർഡ് വന്നത്. മിസ്യൂസ് ഓഫ് പവർ. നിങ്ങളുടെ അനുഗ്രഹം, നിങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവരെ ദ്രോഹിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നു എന്നാണ് ഈ കാർഡ് പറയുന്നത്. അത് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. ഡെവിൾ, മജിഷ്യൻ, ഹാങ്ഡ് മാൻ. അപ്പോൾ റിയാലിറ്റി എന്താണ്? നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ ഇതാണ്. നിങ്ങളിലേക്ക് വന്നു ചേരുന്നവർ നിങ്ങളുടെ കൺട്രോളിൽ നിൽക്കണം. കംപ്ലീറ്റ് കൺട്രോൾ വേണം റിലേഷൻഷിപ്പിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ റിയാലിറ്റി എന്താണ്? Temperance, 2 of Wands, Page of Cups. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു എന്താ പറയുക, നിങ്ങളുടെ ഒരു ആ കൺട്രോൾ മെയിൻറ്റെയിൻ ചെയ്യാൻ കുറേ ബുദ്ധിമുട്ടുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിന്. കാരണം എന്താണ്? നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളും സെയിം ക്യാരക്ടറാണ്. നിങ്ങൾ രണ്ടുപേരും കട്ടയ്ക്ക് നിൽക്കുന്ന ക്യാരക്ടറാണ്. ആ പേഴ്സൺ ഒരു പടി താഴെയാണെങ്കിൽ നിങ്ങൾക്ക് ആ പേഴ്സണെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് കട്ടയ്ക്ക് നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്താലും അതൊരു കോമ്പറ്റീഷൻ മോഡിലേക്ക് പോകും. നിങ്ങൾ മനസ്സിൽ കാണുമ്പോൾ ഈ പേഴ്സൺ മാനത്ത് കാണും. അപ്പോൾ എപ്പോഴും ഒരു സ്ട്രഗിളാണ് റിലേഷൻഷിപ്പ്. നിങ്ങൾ അതുകൊണ്ട് ഇതിനകത്ത് ഹാപ്പി അല്ല. അപ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ സർപ്രൈസ്ഡ് ആണ്. നിങ്ങളുടെ അതേ സ്വഭാവമുള്ള ഒരു എനർജിയെ ആദ്യമായിട്ടാണ് കണ്ടെത്തുന്നത്. മനസ്സിലായി? അത് നിങ്ങൾക്കൊരു സർപ്രൈസാണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കതൊരു എക്സൈറ്റിംഗ് ആണ്, അതൊരു ചാലഞ്ചാണ്, നിങ്ങൾക്കൊരു അഡ്വെഞ്ചറാണ്. കാരണം നിങ്ങളുടെ ലൈഫിലേക്ക് ഇതുവരെ വന്നിട്ടുള്ള ക്യാരക്ടേഴ്സ് എല്ലാം നിങ്ങൾ പറയുന്നത് അനുസരിച്ച് അടങ്ങി ഒതുങ്ങി ഇരുന്നിരുന്ന എനർജീസാണ്. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലുള്ള ഈ പേഴ്സൺ, നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിലിരിക്കുന്ന ഈ പേഴ്സൺ നിങ്ങളുമായിട്ട് കട്ടയ്ക്ക് നിൽക്കുന്ന ഒരാളാണ്.
അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് സന്തോഷവുമുണ്ട്, ഹാപ്പിനെസ്സും ഉണ്ട്. പക്ഷെ എന്നാലും നിങ്ങൾ ഈ സ്ട്രഗിൾ വിടുന്നില്ല. നിങ്ങൾക്ക് കൺട്രോൾ വേണം റിലേഷൻഷിപ്പിൽ. അത് നിങ്ങളുടെ ഒരു ക്യാരക്ടറാണ്, നേച്ചറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം, ഇവിടെ നിങ്ങൾ കൺട്രോളിന് ട്രൈ ചെയ്യുമ്പോഴെല്ലാം ഇവിടെ ഒരു ചാലഞ്ചിങ് സിറ്റുവേഷനിലേക്ക്, ഒരു ഫൈറ്റിലേക്കാണ് അത് പോകുന്നത് നിങ്ങൾക്കറിയാം. പക്ഷെ നിങ്ങൾക്ക് ആ ഫൈറ്റ് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾ എപ്പോഴും ഒരു കോമ്പറ്റീഷനാണ് രണ്ടുപേരും. മനസ്സിലായി? ഇവിടെ നിങ്ങൾക്കൊരു ചോയ്സ് എടുക്കണം. എന്നുവെച്ചാൽ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്ത് പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ അത് നടക്കുന്നില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കാന്തത്തിലേക്ക് എങ്ങനെയാണ് അയൺ വന്ന് അട്രാക്ട് ചെയ്യുന്നത്, അതുപോലെയാണ് നിങ്ങൾ റിലേഷൻഷിപ്പിൽ സ്റ്റക്കാണ്. ഈ റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു പോകാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ അവസാനം നിങ്ങളെ പോലെ തന്നെയുള്ള ഒരു എനർജിയെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരേ സമയം അട്രാക്റ്റീവുമാണ്, അതേസമയം നെഗറ്റീവുമാണ്, റിപ്പൾസീവുമാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഒരു പിടിവലിയിലാണ് ഇവിടെ നിൽക്കുന്നത്. ഏത് നേരവും നിങ്ങൾ പിടിവലിയാണ് തമ്മിൽ. മനസ്സിലായ? ആർക്കാണ് കൂടുതൽ പവർ എന്നൊരു കാര്യം പ്രൂവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ രണ്ടുപേരും ഇവിടെ കിടന്ന് വിരകുകയാണ് ശരിക്കും പറഞ്ഞാൽ. നോക്കാം. അപ്പോൾ എന്താണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്? നിങ്ങൾ ഈ ഒരു മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാനുള്ള നിങ്ങളുടെ ഈ ഒരു ഇതുണ്ടല്ലോ, അത് വിട്ടുകളയണം എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾ ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്കൊരു അഡ്വൈസ് തന്നെ. യൂണിവേഴ്സും കുറച്ച് കണ്ണിങ് ആണ്. യൂണിവേഴ്സ് എന്താ പറയുന്നത്? നിങ്ങൾ ഫിസിക്കലി ഈ പേഴ്സണെ കൺട്രോൾ ചെയ്യുന്നതിന് പകരം നിങ്ങൾ സ്നേഹം കൊണ്ട് കൺട്രോൾ ചെയ്യാൻ. എംപ്രസ് എനർജിയാണ്. എംപ്രസ് എന്ന് പറഞ്ഞാൽ അമ്മയെ പോലെ പെരുമാറുന്നതാണ് എല്ലാ കാര്യങ്ങളും. ചില എനർജീസ് അങ്ങനെയാണ്, അമ്മയെ പോലെ കൺട്രോൾ ചെയ്യും. ഭാര്യമാരെ കണ്ടിട്ടില്ലേ? ഫുഡ് ഞാൻ ഉണ്ടാക്കുന്നതേ ഭർത്താവ് കഴിക്കുകയുള്ളൂ, ഞാൻ എടുത്തു കൊടുത്താലേ ഷൂസ് ഇടുകയുള്ളൂ, ഞാൻ എടുത്തു കൊടുത്താലേ ഷർട്ട് ഇടുകയുള്ളൂ, ഞാൻ എല്ലാ സാധനവും പോകാൻ നേരത്ത് ഞാൻ എല്ലാം എടുത്ത് കാറിൻ്റെ കീ വരെ എടുത്ത് കൊടുത്താലേ ഹസ്ബൻഡ് പോകുള്ളൂ എന്ന് പറയുന്ന ഒരു എനർജീസ് ഉണ്ട്. അത് ഒരു തരം പവറാണ്. അപ്പോൾ അവർ വിചാരിക്കുന്നത് വെച്ചാൽ അവരില്ലെങ്കിൽ ഈ പേഴ്സൻ്റെ ജീവിതം മുമ്പോട്ട് പോവില്ല എന്നൊരു സിറ്റുവേഷനാണ്. അതുപോലെയാണ് നിങ്ങൾ ഈ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഈ പേഴ്സണെ സ്നേഹം കൊണ്ട് മാത്രമേ കാരണം നിങ്ങൾക്ക് ഇതിനകത്ത് പുറത്തേക്ക് പോകാൻ പറ്റില്ല. ഇതൊരു സൈക്കിളാണ്. നിങ്ങൾ ഇതിനകത്ത് പെട്ടു. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് നിന്നിട്ട് നിങ്ങൾക്കൊരു പീസ് ഓഫ് മൈൻഡ് കിട്ടണമെങ്കിൽ നിങ്ങൾ സ്നേഹം കൊണ്ട് ഈ പേഴ്സണെ കൺട്രോൾ ചെയ്യാൻ നോക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒച്ചയും ബഹളം ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല. ഫോഴ്സ് ചെയ്ത് കൺട്രോൾ ചെയ്യാൻ നോക്കിയിട്ട് കാര്യമില്ല. ഇവിടെ കണ്ണിങ്നെസ്സിലൂടെ കൺട്രോൾ ചെയ്യാൻ നോക്കിയിട്ട് കാര്യമില്ല. ഈ ഭാരം നിങ്ങൾ ചുമക്കുന്നത് അത് നിങ്ങൾക്ക് ഈസി ആവണമെങ്കിൽ ഇത് നിങ്ങളുടെ ഭാരമാണ്. നിങ്ങൾക്കിത് ഇറക്കി വെക്കാൻ പറ്റില്ല, വേറെ ആർക്കും കൊടുക്കാൻ പറ്റില്ല. ഇത് നിങ്ങളുടെ ഭാരമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്നേഹം കൊണ്ട് മാത്രമേ ഈ പേഴ്സണെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. വേറെ ഒരു തരത്തിലും പറ്റില്ല. ചിലപ്പോൾ ഈ പേഴ്സൻ്റെ അമ്മയ്ക്ക് മാത്രമേ ഈ പേഴ്സണെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. വേറെ ആരെയും ഈ പേഴ്സൺ റെസ്പെക്റ്റ് ചെയ്യുകയുമില്ല, കൺട്രോൾ ചെയ്യാൻ അനുവദിക്കുകയുമില്ല. അപ്പോൾ ഇതാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. ഈ വഴിക്ക് ഒന്ന് നോക്കൂ എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. ഇതൊരു യൂണിവേഴ്സിൻ്റെ ഒരു ജോക്ക് പോലെ എനിക്ക് തോന്നിയത്. ടോറസ്, ലിബ്ര, ലിയോ, സാജിറ്റേറിയസ്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ, പൈസസ്, ജെമിനായി, കാപ്രിക്കോൺ. ഇത്രയുമാണ് സോഡിയാക് സൈൻസ് ഇവിടെ കണ്ടത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് മൂന്നാമത്തെ റീഡിങ്ങിലേക്ക് പോവാം. മൂന്നാമത്തെ റീഡിങ് നമുക്ക് ഓറക്കിൾ. ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എനർജിയാണ്. എന്താണ് ഓറക്കിൾ മെസ്സേജ് നിങ്ങളോട് പറയുന്നത് നോക്കാം.
4 കാർഡാണ് വന്നിട്ടുള്ളത്. നോക്കാം. ഇവിടെ ഓം അത് യൂണിവേഴ്സൽ സൗണ്ട് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അത് ജപിക്കുന്നത് നല്ലതാണെന്ന് പറയും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും. നമ്മുടെ ബ്രെയിൻ കുറച്ചുകൂടെ റിലാക്സ്ഡ് ആവും. നമുക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും എന്നാണ് പറയുന്നത്. രണ്ടാമത്തത് ശിവ. ഇതെല്ലാം ജപങ്ങളാണ്. ശിവ ജപ്, ഹാർനസ് ദ പവർ ഓഫ് രുദ്ര മന്ത്ര. അപ്പോൾ പ്രാർത്ഥിക്കണമെന്നാണ് മെയിനായിട്ട് പറയുന്നത്. പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക. അപ്പോൾ മൂന്നാമത്തെ കാർഡ് പറയുന്നത് സീസ് ദ മൊമെൻറ്റ്, എക്സിക്യൂട്ട് യുവർ പ്ലാൻസ് ഫോർ സക്സസ്. അപ്പോൾ ഈ നിമിഷം നിങ്ങൾ എന്താണോ വിചാരിക്കുന്ന ആ കാര്യത്തിന് തുടക്കമിടാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം തുടങ്ങിയാൽ ഇത് ഒരു സക്സസ്ഫുൾ ആവും സിറ്റുവേഷൻ എന്നാണ് പറയുന്നത്. നാലാമത്തെ കാർഡ് തേർഡ് ഐ ചക്ര, കണക്ട് വിത്ത് ഡിവൈൻ ഗൈഡൻസ്. ഇത് മൊത്തം ഒരു കാർഡ് ഒഴിച്ച് ബാക്കിയെല്ലാം നിങ്ങളോട് ദൈവത്തിനോട് പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക. തേർഡ് ഐ ചക്രം അങ്ങനെ തന്നെയാണ്, കണക്ട് വിത്ത് ഡിവൈൻ ഗൈഡൻസ്. അപ്പോൾ നിങ്ങൾക്ക് ഡിവൈൻ ഗൈഡൻസ് അത്യാവശ്യമാണെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് റിലേഷൻഷിപ്പിൻ്റെ ഓവറോൾ? ടവറാണ്. വെറുതെ അല്ല നിങ്ങളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. അപ്പോൾ ഒരു കാര്യം അവസാനിച്ചു, റിലേഷൻഷിപ്പിൽ ഒരു കാര്യം അവസാനിച്ചു. ടവർ എന്ന് പറഞ്ഞാൽ ഒരു ലൈറ്റ്നിങ് ഒരു ബിൽഡിങ്ങിനെ അടിക്കുമ്പോൾ അതിനകത്തുള്ളവരെല്ലാം ജീവൻ രക്ഷിക്കാൻ വേണ്ടി പുറത്തേക്ക് ചാടുന്ന തീപിടുത്തമാണ്. അപ്പോൾ അവരെല്ലാം എടുത്ത് പുറത്തേക്ക് ചാടുന്നതായിട്ട് കണ്ടോ, അതാണ് ടവർ. അപ്പോൾ എന്തോ ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തോ ഒരു മേജർ ആയിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ എന്തോ ഒരു താൽക്കാലികമായിട്ടെങ്കിലും വളരെയധികം ഒരു ദുരന്തം, വലിയൊരു ദുരന്തം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ട്. അത് സ്കോർപിയോ സോഡിയാക് സൈൻ ആണ്. എന്താണ് ക്ലാരിഫിക്കേഷൻ? മദർ ഓഫ് പെന്റക്കിൾസ്, ഒരു അമ്മ ആണിത്. ഒരു കരിയർ ജോലിയുള്ള ഒരു അമ്മയാണിത്. ഒരു കുഞ്ഞുമുണ്ട്. പിന്നെ 4 ഓഫ് സ്വേർഡ്സും ഉണ്ട്. 4 ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞാൽ ആക്ഷൻ എടുക്കാതിരിക്കുക, ഒരു ബ്രേക്ക് എടുക്കുക. അപ്പോൾ ഒരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അതിനകത്ത് ചിലപ്പോൾ ഒരു അമ്മയും കുഞ്ഞും അതിനകത്ത് പെട്ടിട്ടുണ്ടാവാം, അറിയില്ല. അതെന്ത് ദുരന്തമാണെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇവിടെ ഇപ്പം കഴിഞ്ഞ ഈ ട്രാജഡി ആയിട്ടുള്ള ഇൻസിഡൻറ്റിനെ വിലയിരുത്തുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ. ഒരു ആക്ഷനും എടുക്കുന്നില്ല, പക്ഷേ ഒരു ബ്രേക്ക് എടുത്തിട്ട് അതെന്താണ് അവിടെ നടന്നത്, എന്തുകൊണ്ടാണ് നടന്നത്, ഒരു റീ ഇവാലുവേഷൻ ആണ് നടക്കുന്നത്. ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, അക്വേറിയസ്, ലിബ്ര, ജെമിനി. ഇത് അമ്മയാണ്, ഒരു കുഞ്ഞും അമ്മ. സിംഗിൾ എനർജി ആവാം, അല്ലെങ്കിൽ ഇത് ആരുടെയെങ്കിലും അമ്മയാകാം. ജോലിയുള്ള കരിയർ നോക്കുന്ന ഒരു സ്ത്രീയാണത്. അപ്പം ഇവർ കാരണമാണോ ഈ ഒരു ടവർ ഉണ്ടായ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ? ഇവർ ആരുടെയെങ്കിലും അമ്മയാണോ? വേണ്ടാന്ന് പറഞ്ഞോ? റിലേഷൻഷിപ്പ് പറ്റില്ല, ഇത് കല്യാണം നടക്കാൻ പാടില്ല എന്നാരെങ്കിലും പറഞ്ഞോ? നമുക്ക് നോക്കാം. എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്? എന്താണ് നിങ്ങൾ റിലേഷൻഷിപ്പിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്? എന്താണ് നിങ്ങൾ വഴക്ക് അടിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു എനർജിയാണ്. നിങ്ങൾക്ക് കോമ്പറ്റീഷൻ ഒന്നും ഇഷ്ടമല്ല, വഴക്കുണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ല. അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. നിങ്ങൾ വളരെ ദൈവികമായ ചിന്തകളോട് കൂടി ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതാണ്. പക്ഷേ ഇവിടെ ഒരാൾ നിങ്ങൾക്ക് എപ്പോഴും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്, ഒരു എനർജി. ഇത് ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആണോ? ഡിവോഴ്സിലേക്ക് വല്ലതും പോവുകയാണോ? അമ്മായിയമ്മയോ ആരെങ്കിലും അമ്മയോ കാരണമാണോ? അതോ ചേട്ടത്തിയാണോ? ഇതൊരു തേർഡ് പാർട്ടിയാണോ? ആരുമാവാം. എന്തായാലും ഇവിടെ ഒരു എന്താ പറയുക, ഈ ചില പ്രായമുള്ളവർക്ക് അവരുടെ
വളരെ ട്രഡീഷണലായവരുടെ മരുമകൾ ഇങ്ങനെ ആയിരിക്കണം, മകൾ ഇങ്ങനെ ആയിരിക്കണം, മകൻ ഇങ്ങനെ ആയിരിക്കണം, മരുമകൻ ഇങ്ങനെ ആയിരിക്കണം എന്ന ഒരു ചിന്താഗതി ഉള്ള ഒരു എനർജി പോലെ ഇവിടെ. അപ്പം നിങ്ങൾ ആണോ ഈ അമ്മ? നിങ്ങളുടെ സിറ്റുവേഷൻ ആണോ ഇത്? കാരണം ഇവിടെ ഒരു സ്ത്രീ ഉണ്ട്, മുഖം തിരിച്ചിരിക്കും, ഈ സിറ്റുവേഷനോട് മുഖം തിരിച്ചിരിക്കുന്ന ഒരു സ്ത്രീ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് വളരെ ട്രഡീഷണലായ ഒരു റിലേഷൻഷിപ്പ് ആണോ? വഴക്കൊന്നുമില്ലാതെ വളരെ പ്ലാനിങ്ങോട് കൂടി പോകുന്ന ഭക്തിയുള്ള ഒരു എനർജിയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അതോ നിങ്ങൾക്ക് സ്വൈര്യമായിട്ടുള്ള ഈ ഒരു പ്രശ്നവും ഇല്ലാതെ സ്വൈര്യമായിട്ട് ഇരിക്കാനുള്ള നിങ്ങളുടെ സ്വന്തം അഭിപ്രായം പറയാനുള്ള ഒരു സ്വാതന്ത്ര്യമുള്ളൊരു സിറ്റുവേഷൻ ആണോ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു വിവാഹ ജീവിതം അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ? എനിക്ക് എൻ്റേതായ ചിന്താശക്തി ഉണ്ട്, എൻ്റേതായ വ്യൂ പോയിന്റ്സ് ഉണ്ട്, ഐഡിയൽസ് ഉണ്ട്, അതനുസരിച്ച് എനിക്ക് ജീവിക്കണം, അത് തുറന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് വേണം. അപ്പോൾ എന്നെ എതിർക്കാൻ ആരും പാടില്ല എന്നൊരു ചിന്ത, എൻ്റെ പ്ലാനുകൾ ഞാൻ അത് പ്രാവർത്തികമാക്കും, അതിനാരും ചോദ്യം ചെയ്യാൻ പാടില്ല എന്നതാണോ നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ റിലേഷൻഷിപ്പിൽ നിന്ന്? അതിന് എതിരായിട്ടൊരു എനർജി വന്നിട്ടുണ്ട് അല്ലേ? അപ്പം നിങ്ങളുടെ ഒരു സ്ത്രീ വിവാഹം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ അമ്മയാകുമ്പോൾ ഒരു പുരുഷനാണെങ്കിലും അതെ, പക്ഷെ പുരുഷന്മാർ സ്വന്തം വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ, പുതിയൊരു ഫാമിലിയിലേക്ക് പോകാനും, ചില കല്യാണം കഴിഞ്ഞു ഇനി ഞാനും എൻ്റെ ഭാര്യയും കൂടെ മാറി താമസിക്കും എന്നൊരു ചിന്ത ഒരു ആണിൻ്റെ മനസ്സിൽ വളരെ കുറവാണ്. ഒരു 30-35% ആണുങ്ങളാണ് അങ്ങനെ ചിന്തിക്കുക. അത് പല കാരണങ്ങൾ കൊണ്ട് അവർക്കറിയാം. സ്ത്രീകൾ അതേസമയം വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ വീട്ടിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവർക്ക് സ്വന്തമായിട്ടൊരു വീട് വേണം, അവരുടെ ഭർത്താവ്, കുട്ടികൾ, അവരടങ്ങുന്ന ഒരു ഫാമിലി. അതാണ് 90% പെൺകുട്ടികളുടെയും ആഗ്രഹം. ഞാൻ അവരെ കുറ്റപ്പെടുത്തില്ല, മനസ്സിലായോ? അത് ചിലപ്പോൾ വീട്ടിൽ നമ്മൾ ഭയങ്കരമായിട്ട് കൺട്രോളിലായിട്ട് ജീവിച്ചു കഴിഞ്ഞ് പിന്നെ വിവാഹം കഴിച്ച് ഭർത്താവിൻ്റെ വീട്ടിൽ പോകുമ്പോൾ ഭർത്താവിൻ്റെ അമ്മയുണ്ട്, അച്ഛനുണ്ട്, അവരുടെ കൺട്രോളിൽ നിൽക്കേണ്ടി വരും എന്നൊരു ടെൻഷൻ കൊണ്ടായിരിക്കാം ചിലപ്പോൾ പെൺകുട്ടികൾ ഞാനും ഭർത്താവും കുട്ടികളും മാത്രമുള്ള ജീവിതം, ലൈഫ് മതി എന്ന് ആഗ്രഹിക്കുന്നത്. എന്തോ ആയിക്കോട്ടെ. അപ്പോൾ അങ്ങനെ ഒരു ചിന്ത, ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ ഒരു വളരെയധികം ഭക്തിയുള്ള, ഏത് നേരം അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നതുകൊണ്ട് എല്ലാവരും നല്ലവരാവണമെന്നില്ല, മനസ്സിലായോ? ഭക്തി വേറെ, ക്യാരക്ടർ, സ്വഭാവം വേറെ, രണ്ട് കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു ചില സമയത്ത് ദൈവം നമുക്ക് പണി തരുന്നത് നമ്മൾ തിരിച്ചറിവിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ മറ്റുള്ളവരെക്കുറിച്ച് ദുഷിപ്പ് പറയുന്ന ആളുകളാണെങ്കിൽ അത് നമ്മളുടെ ചുറ്റും അത് എനർജിയാണ്, വാക്കുകൾ എനർജിയാണ്, ചിന്തകൾ എനർജിയാണ്. അപ്പോൾ നമ്മൾ ഏത് നേരം നെഗറ്റീവ് മറ്റുള്ളവരെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ദൈവം ഒരു പണി, കാരണം നമ്മളുടെ ജീവിതത്തിൽ വ്യത്യാസം വരണമെങ്കിൽ നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കണം. അപ്പോൾ നമ്മൾക്ക് ഒരു അപകടം വരുമ്പോൾ പിന്നെ നമ്മൾ വിചാരിക്കുന്നത് അവർ കൂടോത്രം ചെയ്തിട്ടായിരിക്കും ഞാൻ വീണത് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്, മനസ്സിലായി? ശരിക്കും എന്തായിരിക്കും കാര്യം? ദൈവം എനിക്കിട്ടൊരു പണി തന്നതാണ്, ഇനിയെങ്കിലും നീ ഒന്ന് തിരിച്ചറിവുണ്ടാകുക. ഇത്രയും നിനക്ക് നെഗറ്റീവ് ഉള്ളത് കൊണ്ടാണ് നിന്നെ ഞാനൊന്ന് അടിച്ച് താഴെ ഇട്ടതാണ്. എന്നാലെങ്കിലും നീ ദൈവഭക്തിയോടുകൂടെ മറ്റുള്ളവരെ ദ്രോഹിക്കാതെ ദൈവത്തിനോട് പ്രാർത്ഥിച്ച്, ദൈവമേ എനിക്ക് ഇനി ഒരു പ്രശ്നം ഉണ്ടാവല്ലേ എന്ന് പ്രാർത്ഥിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ദൈവം നമുക്ക് പണി തരുന്നത്. പക്ഷെ നമ്മളത് ചെയ്യുന്നുണ്ടോ? നമ്മൾ പിന്നെയും നമ്മൾ അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും, ചെയ്യുന്ന കാര്യങ്ങൾ, നെഗറ്റീവ് കാര്യങ്ങൾ. അപ്പം അതുപോലെ ഒരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് എതിരായിട്ട് നിൽക്കുന്ന ഒരു എനർജി നിങ്ങളുടെ ഫാമിലിയിലുണ്ട്. നിങ്ങൾ വഴക്കിട്ട് നോക്കി, സ്നേഹത്തോടെ നോക്കി, ഒരു രക്ഷയില്ല ഇവിടെ, മനസ്സിലായോ? അപ്പോൾ ഇവരാണ് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു എനർജി. അങ്ങനത്തെ ഒരു ഇതിവിടെ നിങ്ങൾ റിയാലിറ്റിയും കാണിക്കുന്നുണ്ട്, നിങ്ങളുടെ എക്സ്പെക്റ്റേഷനും കാണിക്കുന്നുണ്ട്. രണ്ടും കൂടെ ഞാൻ എന്നാലും ഒന്ന് റിയാലിറ്റി നോക്കാം. ഇത് കൂടുതൽ കാർഡ് വന്നതുകൊണ്ടായിരിക്കും എക്സ്പെക്റ്റേഷനും റിയാലിറ്റിയും കൂടെ ഒരുമിച്ച് വന്ന പോലെ കാണിക്കുന്നത്. എന്നാലും നോക്കാം, ഞാൻ റിയാലിറ്റി എന്താണെന്ന് നോക്കാം. അപ്പം ഇതാണ് നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ, നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള ഒരു ജീവിതം. അതാണ് നിങ്ങൾ റിലേഷൻഷിപ്പിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. വഴക്കൊന്നുമില്ലാതെ, എല്ലാവരിൽ നിന്നും അകന്ന്, വളരെ പ്ലാനിങ്ങോട് കൂടി കുട്ടികളെയൊക്കെ വളർത്തിക്കൊണ്ടുവരണം. വളരെ ട്രഡീഷണൽ ആയിരിക്കണം. മക്കൾ വളർന്നു വരുന്നത് വളരെ ട്രഡീഷണൽ ആയിരിക്കണം. ഞാൻ പഠിപ്പിക്കുന്ന പാഠങ്ങളായിരിക്കണം അവർ പഠിക്കുന്നത് എന്നൊക്കെയാണ് നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ.
റിയാലിറ്റിയിൽ എന്താണ് അത് അനുവദിക്കാത്ത ഒരു എനർജി ഇവിടെ ചാടി വന്നിട്ടുണ്ട്. അത് ഇവിടെ വരേണ്ട, റിയാലിറ്റിയിൽ വരേണ്ട എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം റിയാലിറ്റി എന്താണ് ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ. നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, മനസ്സിലായോ? എന്നുവെച്ചാൽ ഭയങ്കര ബാലൻസിങ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ ഒരു തരത്തിൽ ഒരു കാര്യം മുട്ടിച്ചുകൊണ്ട് വരുമ്പോൾ മറ്റേ കാര്യം അകന്നു പോകും. അങ്ങനെ ഒരു കാര്യം നിങ്ങൾ സോൾവ് ചെയ്ത് വരുമ്പോൾ വേറൊരു കാര്യം പ്രശ്നം ഉടലെടുത്തുകൊണ്ടിരിക്കുന്നത് റിലേഷൻഷിപ്പിൽ. അപ്പം അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഈ ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ത്യവിധിയാണ്, മനസ്സിലായി? രണ്ട് പേരുടെയും വാദങ്ങൾ കേട്ടിട്ട് ഒരു ജഡ്ജ്മെന്റ് പാസ്സാക്കുകയാണ്. അതിലാണ് പറയുന്നത് നിങ്ങൾക്ക് എന്ത് ശിക്ഷയാണ് കിട്ടുക. ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞാൽ ശിക്ഷയായിട്ടാണ് കണക്കാക്കുക. അത് ചില സമയത്ത് വെറുതെ വിടുകയും ചെയ്യും. രണ്ട് വാദം കേട്ട് കഴിഞ്ഞ് ഓക്കെ ഇയാൾ നിരപരാധിയാണ്, ഇയാളെ വെറുതെ വിടുന്നു. അതാണ് ജഡ്ജ്മെന്റ്. അപ്പം നിങ്ങളുടെ ജഡ്ജ്മെന്റ് മറ്റുള്ളവർ നിങ്ങളെ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്താണെന്ന് നിങ്ങൾ മറന്നുപോയിരിക്കുന്നത്. മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ ഇതാണ്, നിങ്ങൾ അതാണ് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. മറ്റുള്ളവർ നമ്മളെപ്പോഴും നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, നിനക്ക് അത് പഠിക്കാൻ പറ്റില്ല, നിനക്ക് ഇത് പഠിക്കാൻ പറ്റില്ല, പാട്ട് പഠിക്കാൻ പോട്ടെ, നിന്നെ കൊണ്ട് പാടാൻ കൊള്ളില്ല. ഓക്കെ, അവർ പറഞ്ഞു എന്നെ കൊണ്ട് പാടാൻ കൊള്ളില്ല, അതുകൊണ്ട് ഞാൻ പാടില്ല. ആ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ. റിയാലിറ്റിയിൽ നിങ്ങൾ ഇതാണ്. എല്ലാവരും നിങ്ങളെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ തന്നെ, നിങ്ങൾ ആകെ കൂടെ ഭയങ്കര മൾട്ടിപ്പിൾ പ്രയോറിറ്റീസ്, വീട്ടിലെ കാര്യങ്ങൾ, ജോലി എടുക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ, നിങ്ങളുടെ ബന്ധുക്കളുടെ കാര്യങ്ങൾ, നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ, ആകെ മൊത്തം നിങ്ങൾ എന്താ പറയുക, നിങ്ങളൊരു ജഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല കാര്യങ്ങളും ഒന്നും അങ്ങോട്ട് അടുക്കുന്നില്ല നിങ്ങൾ. അത് കൂടാതെ നിങ്ങൾ ചെയ്യുമ്പോൾ പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് തെറ്റ് പറ്റും. ആരും പെർഫെക്റ്റ് അല്ല. അപ്പോൾ അതിന് കുറേ കുറ്റപ്പെടുത്തലുകൾ കേൾക്കുന്ന ഒരു എനർജിയാണ് നിങ്ങൾ. ഏത് നേരവും നിങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന എനർജി. പക്ഷേ ഇത് എന്തുകൊണ്ടാണ് നിങ്ങൾ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നതെന്നാണ് ഈ കാണിക്കുന്നത്. ഈ ഒരു സിറ്റുവേഷനിൽ കൂടെയാണ് നിങ്ങൾ പോകുന്നത്. എന്തുകൊണ്ടാണ് നിൽക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ പ്രശ്നമില്ല. പേഴ്സണും നിങ്ങളും തമ്മിൽ ഭയങ്കര സ്നേഹമാണ്. പണ്ട് മുതലേ പരിചയമുള്ള ആളാണ്. കുറേ നല്ല മെമ്മറീസ് ഉണ്ട് നിങ്ങൾക്ക് ഈ പേഴ്സണുമായിട്ട്. അപ്പം അതുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൻ്റെ സ്നേഹവും അവരുടെ വീട്ടുകാരുടെ, സ്ത്രീ ആണെങ്കിലും നിങ്ങൾ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ആരുടെ വീട്ടിലാണോ നിൽക്കുന്നത് അവരുടെ വീട്ടുകാരുടെ കുറ്റപ്പെടുത്തലുകൾ എല്ലാം നിങ്ങളുടെ മേത്തേക്ക് വരുന്നുണ്ട്. പക്ഷെ എന്നാലും നിങ്ങളത് മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ നിങ്ങളത് സ്ട്രഗിൾ ചെയ്ത് മുമ്പോട്ട് പോവുകയാണ്. കാരണം നിങ്ങളെ സ്നേഹിക്കുന്ന ആൾ അവിടെ ഉണ്ട് എന്ന കാര്യം കൊണ്ട് മാത്രം. ഇവിടെ സ്കോർപ്പിയോ ഉണ്ട്, വെർഗോ, പൈസീസ്, സ്കോർപ്പിയോ സ്ട്രോങ് ആണ് ഇവിടെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ള അഡ്വൈസ് എന്താണ്? യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ കുറച്ചും കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കണം എന്നാണ് പറയുന്നത്. മനസ്സിലാവുണ്ടോ? എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ വളരെ സ്ട്രാറ്റജിക്കായിട്ട് പെരുമാറണം എന്നാണ് പറയുന്നത്. നിങ്ങളുടെ മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഹാപ്പി ആണെന്ന് പുറത്ത് കാണിക്കുക. നമ്മളെ കുറ്റപ്പെടുത്തുന്നവർ എപ്പോഴും കുറ്റപ്പെടുത്തുന്നത് എന്തിനാണ്? നമ്മളെ വേദനിപ്പിക്കാനാണ്, നിങ്ങളെ താഴ്ത്തി കാണാനാണ് അവർ കുറ്റപ്പെടുത്തുന്നത്. അപ്പോൾ നിങ്ങളെപ്പോഴും ഹാപ്പിയാണ്. അവരെന്ത് പറഞ്ഞാലും ചിരിച്ചുകൊണ്ട് കേൾക്കുക. അവർ പറഞ്ഞു റൂമിനകത്ത് പോയി നിങ്ങൾ കരയുകയോ എന്ത് കൊണ്ടും മാനേജ് ചെയ്തു. പക്ഷേ അവർ കാണുമ്പോൾ നിങ്ങൾ ചിരിച്ച് കാണിക്കുക. നിങ്ങളിതൊന്നും ബാധിക്കുന്നില്ല. ശരി, ചിരിച്ചുകൊണ്ട് പറയുക. യൂണിവേഴ്സ് അതാണ് പറയുന്നത്. നിങ്ങൾ കുറച്ചും കൂടെ സ്ട്രാറ്റജിക് ആയിട്ട് പെരുമാറണം. നിങ്ങളുടെ ദുഃഖം കാണാൻ വേണ്ടി, ദുഃഖം എൻജോയ് ചെയ്യുന്ന ആളുകൾ നിങ്ങളുടെ ചുറ്റുമുള്ളപ്പോൾ അവരെ നിങ്ങൾ ദുഃഖം കാണിക്കാനേ പാടില്ല. നിങ്ങൾ വളരെ സന്തോഷവതിയാണ് അല്ലെങ്കിൽ സന്തോഷവാനാണെന്ന് അഭിനയിക്കുക. നിങ്ങളുടെ റൂമിനകത്ത് കയറി അല്ലെങ്കിൽ ബാത്റൂമിൽ കയറിയെന്ന് നിങ്ങൾ പൊട്ടിക്കരയുകയോ എന്ത് കുന്തം വേണം ചെയ്തു അവരെ കാണിക്കരുത്. അവർക്ക് അതിനുള്ള സാറ്റിസ്ഫാക്ഷൻ കൊടുക്കരുത്. അവർ നിങ്ങളോട് ചെയ്യുന്ന ഈ ക്രൂരതയ്ക്ക് നിങ്ങൾ വേദനിക്കുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലാകുമ്പോൾ അവർ കൂടുതൽ സന്തോഷിക്കും. അത് പാടില്ല. അപ്പം നിങ്ങൾ ഇവർ പറയുന്നത് കേട്ടിട്ട് ഒരു ചെവി കൂടെ കേട്ട് ഒരു ചെവി കൂടെ കളയാനുള്ള ആ ഒരു തൊലിക്കട്ടി നിങ്ങൾ വളർത്തിയെടുക്കണം എന്നാണ് യൂണിവേഴ്സ് പറഞ്ഞത്. വളരെ സ്ട്രാറ്റജിക് ആവണം. ഇവർക്ക് ഒരിക്കലും പിടുത്തം കിട്ടരുത് നിങ്ങൾ എന്തോരം വേദനിക്കുന്നുണ്ടെന്ന്. നമ്മളെ കുറ്റപ്പെടുത്തുന്നവരെ നമ്മൾ വേദനിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വേദനിച്ച് കഴിയുമ്പോൾ, വേദനിക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ കൂടുതൽ കുറ്റപ്പെടുത്തൽ വരും. പക്ഷേ നമ്മൾക്ക് വേദനയില്ല, അവർ പറയുന്നത് നമ്മളെ ബാധിക്കുന്നേ ഇല്ലെന്ന് പറയുമ്പോൾ തന്നെത്താനെ അവർ നിർത്തിക്കോളും.
അതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് പറയുന്നത്. നിങ്ങൾ എപ്പോഴും ഹാപ്പി ആയിട്ട് കാണിക്കുക മറ്റുള്ളവരുടെ മുമ്പിൽ. കരഞ്ഞ് കാണിക്കണ്ട. മനസ്സിലാവുണ്ടോ? ഇവർ പറയുമ്പോൾ സങ്കടമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് വേദനിപ്പിച്ചു എന്നവർക്ക് മനസ്സിലാവരുത്. അപ്പം പിന്നെ ഇതിനോട് പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് എഫക്റ്റ് ചെയ്യില്ല എന്ന് പറയുമ്പോൾ അവർ തന്നെത്താനെ നിർത്തിക്കോളും. അപ്പം നിങ്ങളുടെ ജീവിതം ഭയങ്കര ദുരിതമാണ്. ചുറ്റുമുള്ളവരെ നിങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഇത് നേരോ? മനസ്സിലായോ? കഷ്ടം. ലിയോ, ബാക്കി ഞാൻ സോഡിയാക് സയൻസ് പറഞ്ഞതാണ്. അപ്പം ഇതാണ് ഇന്നത്തെ റീഡിങ്. ഞാൻ ഈ റീഡിങ് ഇവിടെ വെച്ച് നിർത്തുകയാണ്. ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ജീവിതത്തിൻ്റെ റിയാലിറ്റീസ്, നമ്മൾ എന്തൊക്കെ ആഗ്രഹിക്കുന്നത് നമുക്ക് കിട്ടുന്നതോ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ആ കിട്ടിയ സാധനം കൊണ്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ നോക്കുക. കുറേ കഴിയുമ്പം ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന സാധനം, ജീവിതം നമുക്ക് കിട്ടുമായിരിക്കാം. ജീവിതം ഇന്ന് തീരുന്നില്ലല്ലോ, വർഷങ്ങൾ കിടക്കുന്നിനിയും അല്ലേ? അപ്പോൾ ഈ നിമിഷം വരെ എൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവർക്കും സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ഭഗവാൻ തരാൻ ഇടവരട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരും സേഫായിട്ടിരിക്കുക. അപ്പോൾ ടേക്ക് കെയർ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.